അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാളിലകൾക്ക് മറ്റൊരു പുതിയ വിഷയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ മുമ്പിലുള്ളത് അഖീദയാണ്. നമുക്ക് 7 വിഷയങ്ങളാണ് ഉള്ളത്. അതിലെ 5-ാമത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഖീദയെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ ഇതിലുള്ളത് അതിൻ്റെ പാഠം, ആദ്യത്തെ പാഠത്തിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 വിഷയങ്ങൾ കൂടെ ഉണ്ട്. അത് പ്രിൻ്റ് ചെയ്ത് ലഭ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയങ്ങൾ താൽക്കാലികമായി അടുത്ത ദിവസങ്ങളിലായി ക്ലാസ് എടുക്കുകയില്ല. ഈ 5 വിഷയങ്ങൾ ഇന്നുവരെ നമ്മൾ ചർച്ച ചെയ്ത 5 വിഷയങ്ങളാണ് മറ്റു 2 വിഷയങ്ങൾ ഹോം സയൻസും അതുപോലെ താരീഖും നമുക്ക് ലഭ്യമാകുന്നത് വരെ നമ്മൾ ചർച്ച ചെയ്യുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി നവ്വറ ഖുലൂബന ബിനൂരിൽ ഈമാൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ജാഅന ബിൽ ബയ്യിനാത്തി വൽ ബുർഹാൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ വബഅദ്. ഹംദും സ്വലാത്തുമാണ് ഇതിലുള്ളത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം നന്നാവുക എന്നുള്ളത് പ്രധാനമാണ്. ഏത് അമലുകൾ, നമ്മൾ നിസ്കാരം പഠിക്കുന്നു, നോമ്പ് പഠിക്കുന്നു, മറ്റു ഇബാദത്തുകളൊക്കെ പഠിക്കുന്നു, പ്രവർത്തിക്കുന്നു, പക്ഷേ അതൊക്കെ കൃത്യമായി ശരിയാകാൻ നമ്മുടെ ഈമാൻ, വിശ്വാസം ശരിയാകണം. അപ്പോൾ ഒരു കാഫിറായ ഒരാൾ, വിശ്വാസം ശരിയല്ലാത്ത ഒരാൾ, അയാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയല്ല. കാരണം അയാളുടെ ഈമാൻ ശരിയായിട്ടില്ല. അയാൾ സ്വതക്ക കൊടുത്താൽ അത് സ്വീകാര്യമല്ല. കാരണം അയാളുടെ വിശ്വാസം ശരിയായിട്ടില്ല. അയാൾ എന്ത് നന്മ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. കാരണം അയാളുടെ വിശ്വാസം ശരിയായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസിയായ ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിനൊക്കെ പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയും അവിശ്വാസിയും ഒരേ പ്രവർത്തനം തന്നെ ചെയ്യുന്നു, പക്ഷേ വിശ്വാസിക്ക് പ്രതിഫലം നൽകപ്പെടുകയും അവിശ്വാസിയെ പ്രതിഫലത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിശ്വാസം ശരിയാവുക എന്നുള്ളത് പ്രധാനമാണ്. ഈമാൻ ഉണ്ടാവുക. അള്ളാഹു നമ്മെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കട്ടെ. ആമീൻ. നമ്മുടെ പാഠത്തിൻ്റെ പേര് അദ്ദർസുൽ അവ്വൽ. 1-ാമത്തെ പാഠം അല്ലാഹു ഖാലിഖുന. അള്ളാഹു നമ്മുടെ സൃഷ്ടാവ് ആണ് എന്നുള്ളതാണ്. അള്ളാഹു ആണ് നമ്മുടെ സൃഷ്ടാവ്. നമുക്കൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, അള്ളാഹു ആണ് നമ്മെ പടച്ചവൻ, ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നവൻ അവനാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഭൗതികമായ കാര്യങ്ങളും, ഒരു കൊട്ടാരം കണ്ടു, അതല്ലെങ്കിൽ ഒരു മദ്രസ കെട്ടിടം കണ്ടു, നമ്മുടെ വീട് കണ്ടു, നമുക്കറിയാം ആ ഒരു കെട്ടിടം അതല്ലെങ്കിൽ ആ ഒരു മദ്രസ, ആ ഒരു വീട് തന്നെ ഉണ്ടാവുകയില്ല, സ്വന്തമായി ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അത് ഉണ്ടാക്കാൻ ഒരു നിർമ്മാതാവ് വേണം. എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത് അല്ല, ബിഗ് ബാങ് തിയറിയിലൂടെ, പൊട്ടിത്തെറി സിദ്ധാന്തത്തിലൂടെ ഉണ്ടായതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, പൊട്ടിത്തെറി അങ്ങനെ ഈ ലോകമുണ്ടായതാണ് എന്ന് അവർ പറയുമ്പോൾ ആ പൊട്ടിത്തെറിയെ ഉണ്ടാക്കിയവൻ ആര് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അള്ളാഹു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. അപ്പോൾ ഈ ഒരു ഭൂമി, അതുപോലെ ആകാശം, നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, എന്തൊക്കെയോ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിലപ്പുറം ഗോളങ്ങളും നക്ഷത്രങ്ങളും ഈ ലോകത്തുണ്ട്. അതിനെയൊക്കെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ആ ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചോദിക്കും, അത് ഉണ്ടാക്കിയവൻ ആര്? അതിൻ്റെ ഉത്തരമാണ് അള്ളാഹു എന്നുള്ളത്. അപ്പോൾ കുറച്ച് കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുൽ അവ്വൽ, പാഠം 1. അല്ലാഹു ഖാലിഖുന. അള്ളാഹു ആണ് നമ്മുടെ സൃഷ്ടാവ്. ലൗ ഹദ്ദസക, നിന്നോട് വാർത്ത അറിയിച്ചാൽ, ഹദ്ദസ എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിക്കുക, വാർത്ത അറിയിച്ചാൽ, ഷഖ്സുൻ ഒരു വ്യക്തി, അൻ ഖസ്രിൻ ജമീലിൻ, ഖസ്ർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം,
അൻ ഖസ്രിൻ ജമീലൻ, ഭംഗിയുള്ള ഒരു കൊട്ടാരത്തെക്കുറിച്ച് നിന്നോടൊരു വ്യക്തി വാർത്ത അറിയിച്ചാൽ. എങ്ങനത്തെ കൊട്ടാരമാണ്? അഹാത്തുത്ത് ബിഹി, ആ കൊട്ടാരത്തിനോട് ചുറ്റിയിട്ടുണ്ട് എന്ത്? അൽ ഹദായിഖു, ഗാർഡൻ, പൂന്തോട്ടം. വ ജർത്ത് ബൈനഹ, അതിൻ്റെ ഇടയിലൂടെ, ആ കൊട്ടാരത്തിൻ്റെയും ആ പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിലൂടെ, ആ പൂന്തോട്ടത്തിൻ്റെ ഇടയിലൂടെ, ബൈനഹ, ആ പൂന്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒഴുകുന്നു അൽ അൻഹാറു, പുഴകൾ, നദികൾ ഒഴുകുന്നുണ്ട്. വൽ ജദാവിലു, തോടുകളും ഒഴുകുന്നുണ്ട്. ജദാവിൽ എന്ന് പറഞ്ഞാൽ തോട്, നെഹ്റുൻ ജമ്മ്, അൻഹാർ, പുഴ. വ കാലക്ക, അപ്പം നിന്നോട് പറഞ്ഞു, ഇന്ന ഹാദൽ ഖസ്റ, നിശ്ചയം ഈ കൊട്ടാരം, ഖദ് ഔജദ നഫ്സഹു, അത് തന്നെ സ്വന്തമായി ഉണ്ടായതാണ്. ഖദ് ഔജദ, അത് ഉണ്ടായിട്ടുണ്ട്, നഫ്സഹു, അത് തനിച്ച് സ്വന്തമായി ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. ഔ വുജിദ, അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടു, ഹാക്കത, ഇപ്രകാരം ഉണ്ടാക്കപ്പെട്ടതാണ്, ബിലാ മൂജിദിൻ, ഒരു എത്തിക്കുന്ന ആൾ ഇല്ലാതെ. മൂജിദ് എന്ന് പറഞ്ഞാൽ എത്തിക്കുന്ന ആൾ, ഉണ്ടാക്കുന്നയാൾ ഇല്ലാതെ തന്നെ ഉണ്ടായതാണ് എന്ന് നിന്നോടൊരു വ്യക്തി വാർത്ത അറിയിച്ചാൽ, അല്ല അസ്രാഴത്ത, നീ ഉളരും, അല്ലേ, പെട്ടെന്ന് പറയും, ഇല ഇൻകാരിതാലിക്ക, അതിനെ നിഷേധിക്കുന്നതിലേക്ക്, അല്ലേ. നിന്നോടൊരാൾ അങ്ങനെ പറഞ്ഞത് തന്നെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഇതൊരു ഉണ്ടാക്കിയ ആൾ ഇല്ലാതെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നീ എന്ത് ചെയ്യും? എതിർക്കും. വ തെക്ദീബിഹി, നീ അവൻ പറയുന്നത് കളവാണ് എന്ന് പറയും. വ അദത്ത, നീ എണ്ണുകയും ചെയ്യും, കലാമഹു, അവൻ്റെ വാക്കിനെ. വാക്ക്, കലാമ് പറഞ്ഞാൽ വാക്ക്, കലാമഹു, ആ ഷഖ്സിൻ്റെ വാക്ക്. സഫാഹത്തൻ, വിഡ്ഢിത്തരമാണ്, മിൽ ഖൗലി, വാക്കിൽ നിന്നുള്ള വിഡ്ഢിത്തരമാണ് എന്ന് നീ എണ്ണുകയും ചെയ്യും. അപ്പോൾ ഒരാളങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് പറയും? അവൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയും. അപ്പം ഇനി ചോദിക്കുകയാണ്, അഫ യജൂസു, അപ്പോൾ അനുവദനീയമാണോ? നമ്മളോട് ചോദിക്കുകയാണ്, അനുവദനീയമാണോ? അയ്യക്കൂന, ഉണ്ടാവൽ, ഹാദൽ കൗനു, കൗനു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ഈ പ്രപഞ്ചം ഉണ്ടാവൽ അനുവദനീയമാണോ? അൽ വാസ്യോ, എങ്ങനത്തെ പ്രപഞ്ചമാണ്? വിശാലമായ പ്രപഞ്ചം. ബി അർലിഹി, ആ വിശാലമായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എണ്ണാണ്. ബി അർലിഹി, അതിൻ്റെ ഭൂമിയോട് കൂടെ, വ സമാഇഹി, അതിൻ്റെ ആകാശത്തോടു കൂടെ, വ നുജൂമിഹി, അതിലെ നക്ഷത്രങ്ങളോട് കൂടെയും, വഫുലാക്കിഹി, അതിലെ ഗോളങ്ങളോട് കൂടെയും ഒക്കെ ഈ പ്രപഞ്ചം ഉണ്ടാവൽ അനുവദനീയമാണോ? അത് ഔജദ നഫ്സഹു, അത് സ്വന്തമായി ഉണ്ടാവൽ അനുവദനീയമാണോ? ഔ ഉജിദ ദൂന മൂജിദിൻ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരാൾ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറുപടി പറയും, തഖൂലു, നീ മറുപടി പറയും, ലാ, ഇല്ല, അത് പറ്റൂല. ബൽ, എന്നല്ല, ലാബുദ്ദ മിൻ സ്വാനിഇൻ, ഒരു നിർമ്മാതാവ് അനിവാര്യമാണ്. ഖാദിരിൻ, എങ്ങനത്തെ നിർമ്മാതാവ്? കഴിയുന്ന ആൾ. അലീമിൻ, അറിവുള്ളവനുമായ ഒരു നിർമ്മാതാവ് അത്യാവശ്യമാണ്. വറഅ ഹാദൽ കൗനി, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ. അപ്പോൾ ഈ പ്രപഞ്ചമുണ്ടാക്കാൻ അറിവുള്ളവനും കഴിയുന്നവനുമായ ഒരു നിർമ്മാതാവ് ആവശ്യമാണ് എന്ന് നീ പറയും. എന്ത് പറയൂല്ല, എന്ത് ഇല്ല എന്ന് പറയും? സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്നും പറയും. എന്നതല്ല, അതുണ്ടാക്കാൻ ഒരാൾ ആവശ്യമാണ് എന്നും പറയും. ഇല്ലേ, അങ്ങനെ പറയില്ലേ? ഈ ഗോളങ്ങളൊക്കെ തന്നെ ഉണ്ടായതാണോ എന്ന് നിന്നോട് ചോദിച്ചാൽ നീ എന്താ പറയാ? തന്നെ ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മറുപടി പറയും. അല്ല എന്ന് മാത്രം മറുപടി പറയുള്ളൂ. അല്ല, പിന്നെ എന്തുകൂടെ പറയും? അത് ഉണ്ടാക്കാൻ പറ്റിയ കഴിവുള്ള അറിവുള്ള ഒരാൾ ഉണ്ടാവുകയും വേണമെന്നും കൂടെ നീ പറയില്ലേ? പറയും. അത് ആരാണ്? വഹു അല്ലാഹു തബാറക വ തആല, ആ ഉണ്ടാക്കാൻ കഴിവുള്ളയാളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. മനസ്സിലായോ? അത് അടുത്ത പേജിലാണ് 2 വരി ഉള്ളത്. അവർ ഈ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അത് നോട്ട് എഴുതുമ്പോൾ എഴുതിയാൽ മതി. ഇനി അഥവേ നോട്ട് എഴുതുമ്പോൾ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് അറിയിച്ചാൽ, ഗ്രൂപ്പിൽ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് ഫോട്ടോ എടുത്ത് വിട്ടുതരികയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ, അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് കാണിച്ചു തന്നതായ പാത പിന്തുടർന്ന്
മുത്ത് റസൂലിൻ്റെ കൈ പിടിച്ച് സ്വർഗപ്രവേശനം നൽകുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ച് നൽകട്ടെ. ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.